മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസം കൂടെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമുക്ക് ഒന്നിച്ച് ദൈവവചനം ചിന്തിപ്പാൻ ഈ സമയം ഒരുക്കിത്തന്ന ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ പലരും പല സമയങ്ങളിലുമായി പ്രാർത്ഥനാ സഹായത്തിന് വിളിക്കാറുണ്ട്. വിളിച്ചതിന് നന്ദി. മാത്രമല്ല, പ്രാർത്ഥനാ സഹായത്തിന് വിളിക്കുന്നതോടൊപ്പം തന്നെ ദൈവം പ്രാർത്ഥനയിലൂടെ തന്ന വിടുതലും കൂടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പങ്കുവച്ച എല്ലാ കാര്യത്തിനുമായി ദൈവത്തിനെ സ്തുതിക്കുന്ന നിങ്ങൾ, ദൈവത്തിനെ അറിയാത്തവർ ഇത് കാണുവാൻ എന്നും കൂടെ അവരെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ദൈവത്തിനെ അറിയാത്തവർ കൂടെ ഈ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മഹത്വം അറിയുവാൻ നിങ്ങൾ ചെയ്യുമെന്ന് താല്പര്യപ്പെടുന്നു. നമുക്ക് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നാം പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോട് കൂടി തന്നെ ഇന്നത്തെ വചനം കേൾക്കുവാൻ നിങ്ങളും തയ്യാറെടുക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചനം വായിക്കാം. സെഖന്യാവ് പുസ്തകം 3-ാം അധ്യായം 15-ാം വചനം നമുക്ക് വായിച്ച് ഇന്നത്തെ ദൈവചിന്തയിലേക്ക് മടങ്ങാം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രയേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. ഹല്ലേലൂയ. നീ ഇനി അനർത്ഥം കാണുകയില്ല. ദൈവത്തിൻ്റെ വാക്കാണിത്. അവൻ്റെ വാക്കിന് മാറ്റമില്ല എന്ന് നമുക്കറിയാമല്ലോ. എന്നെ കേൾക്കുന്ന ജനമേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 വർഷക്കാലമായി മഹാമാരിക്കാലത്ത് നാം ഓരോരുത്തരും പട്ട അവസ്ഥകൾ നമുക്കറിയാം. എത്രത്തോളം എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥാനത്തും പ്രതികൂലങ്ങൾക്ക് മധ്യയിലെ നാം പല അനർത്ഥങ്ങളെ കണ്ട് പലവിധമായ ഇത് നാം ചുറ്റി നമ്മളെ ചുറ്റിലും നാം വസിക്കുന്ന സ്ഥലങ്ങളിലും നാം ഇരിക്കുന്ന ദേശത്തിലുമെല്ലാം നാം പലവിധമായ അനർത്ഥങ്ങൾ കണ്ട് മടുത്തു പോയവരാണ്. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളോടും എൻ്റെ അടുത്തും ദൈവം പറയുകയാണ്, ഇനി നീ അനർത്ഥം കാണുകയില്ല. എന്ത് നല്ല ആശ്വാസമായ വാക്ക്! ഈ വാക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുക്കലിരുന്നല്ലാതെ ഈ ലോകത്ത് ആർക്കും പറയുവാൻ സാധ്യമല്ല. ഇപ്പോഴും ഈ സാഹചര്യത്തിൽ ആ മഹാമാരിക്കാലത്തെ അനർത്ഥം കഴിഞ്ഞപ്പോൾ നാം പ്രകൃതിയിലൂടെ മഴ കൊണ്ടും കാറ്റുകൊണ്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഏതെല്ലാം തരത്തിൽ ഒരുക്കി വച്ചിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ പിടിച്ച് ഉലച്ച് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ കാര്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ എത്രയോ കാര്യങ്ങളായി. എന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങളെയും എന്നെയും അവൻ സൂക്ഷിച്ച് കാത്ത് പരിപാലിച്ചുവല്ലോ. നമുക്ക് അവന് നന്ദി പറയാം. ഏത് സാഹചര്യത്തിലും നിങ്ങളെയും എന്നെയും കാക്കുവാൻ അവൻ ശക്തനാണ്. എന്നാൽ
ഈ കഴിഞ്ഞ മഹാമാരിക്കാലം കഴിഞ്ഞ് നാം ഈ പുതിയ വർഷത്തിലേക്ക് വന്നപ്പോൾ പലർക്കും പല ദുഃഖങ്ങളും ദുയരങ്ങളും കണ്ടേക്കാം. പലരും പല കാര്യങ്ങളിലെ ജോലികൾ വിട്ടുപോയവരാകാം, ജോലിയിലിരുന്ന് പിരിച്ചു വിട്ടതാകാം, വേറെ പല പല കാര്യങ്ങൾ നമുക്ക് അനർത്ഥമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഉണ്ടെങ്കിലും ദൈവം ഇന്ന് നമ്മുടെ അടുത്ത് ഉറപ്പിച്ച് പറയുകയാണ്, ഇനി നീ നിൻ്റെ ജീവിതത്തിൽ അനർത്ഥം കാണുകയില്ല. ഇത് ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ്റെ ഉറപ്പാണ്. ഈ മഹത്വമുള്ള ദൈവം പറയുകയാണ്, നീ അനർത്ഥം കാണുകയില്ല എന്ന്. നമുക്ക് വേദവചനത്തിലൂടെ പോവുകയാണെങ്കിൽ ഈ അനർത്ഥം കൊണ്ടുവരുന്നവൻ തന്നെ ആരാണെന്ന് നോക്കിയാൽ അവൻ പിശാചാനവൻ. നമ്മുടെ ശത്രുവായ പിശാചാനവൻ പലവിധമായ രീതിയിൽ പല വിധത്തിൽ നമുക്ക് അനർത്ഥങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും പല നേരങ്ങളിലും പരാജയപ്പെട്ടു പോവുകയും പല വിധത്തിലും അവൻ നമ്മളെ ഉപദ്രവിച്ചാലും ഈ ലോകത്ത് ഏതെല്ലാം പ്രതികൂലങ്ങൾക്ക് മധ്യയിലെ നീ നടന്നാലും ഞാൻ ലോകത്തെ ജയിച്ചവൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നിന്നെ ജയാളിയാക്കി തീർക്കുമെന്ന് വാഗ്ദത്തം തന്ന ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നത് പോലെ അവൻ നമ്മെ ഏത് സാഹചര്യത്തിലും അനർത്ഥം കൂടാതെ മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകുന്നവനാണ്. ഈ ശത്രുവാനവൻ, ഈ ശാത്താന്യ ശക്തി അവൻ മനുഷ്യർ മുഖേന നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ പ്രകൃതി മൂലം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിലും കവിഞ്ഞ് അവൻ നേരിട്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്നാൽ ഏത് തരത്തിൽ അവൻ ഉണ്ടാക്കിയാലും നാം എതിർത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അവനെ എതിർത്ത് നിൽക്കുമെങ്കിൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുമെന്നാണ്. അവൻ ഓരോ കാര്യത്തിലും നമ്മെ പലവിധമായ രീതിയിൽ നമുക്ക് അനർത്ഥമുണ്ടാക്കുവാൻ വിചാരിച്ചാലും ഇനി അനർത്ഥം സംഭവിക്കാത്ത രീതിയിൽ നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവം നമ്മുടെ അടുത്ത് പറയുന്ന, നീ ഇനി അനർത്ഥം കാണുകയില്ല. നമുക്ക് വേദപുസ്തകത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നീ ഇനി അനർത്ഥം കാണുകയില്ല. അവൻ മനുഷ്യർ മുഖേന അനർത്ഥം ഉണ്ടാക്കും. യോബുവിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ, യോബുവിൻ്റെ ചരിത്രം നമുക്ക് എടുത്തു നോക്കുമ്പോൾ പലവിധമായ ജോലിക്കാർ വന്ന് യോബുവിൻ്റെ അടുത്ത് പറഞ്ഞ്, ഈ കൽദയരും ശതയരും നമ്മുടെ എല്ലാ കാര്യങ്ങളും കട്ടുകൊണ്ടുപോയി എന്ന്, അവൻ്റെ ആടുമാടുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ആ യോബുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, യോബ് പറഞ്ഞ്, എല്ലാം ദൈവം തന്നത് ദൈവമെടുത്ത് സ്തോത്രമെന്നാണ്. അതുപോലെ തന്നെ പ്രകൃതി മൂലം ശത്രുവാനവൻ അത് കൊണ്ടുവരും, നമുക്ക് അനർത്ഥം കൊണ്ടുവരും. അവൻ്റെ മക്കളെല്ലാവരും കൂടി ഒരു ഇടത്തിൽ, അവൻ്റെ ഒരു ഭവനത്തിൽ അവർ വിരുന്ന് ഉണ്ടോണ്ടിരുന്ന സമയത്ത് ഒരു വലിയ കാറ്റ് വന്ന് ആ കെട്ടിടം മൊത്തം തകർന്ന് അവരെല്ലാവരും മരിച്ചുപോയി എന്നാണ് യോബ് അറിഞ്ഞത്. അതുപോലെ തന്നെ അവൻ ശത്രുവാനവൻ നേരിട്ട് തന്നെ അവൻ സാത്താൻ, നമുക്ക് യോബുവിൻ്റെ പുസ്തകത്തിൽ പറയാം, യോബുവിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ശത്രുവാനവൻ ദൈവസാന്നിധിയിൽ നിന്ന് മാറിപ്പോയി അവൻ്റെ ദേഹം മുഴുവനും വ്രണങ്ങളാൽ നിറഞ്ഞു എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. സ്വന്തം ഭാര്യ പോലും പറഞ്ഞ്, നീ ഈ യേശുവിനെ, ഈ ദൈവത്തിനെ കളഞ്ഞിട്ട് നിനക്ക് പോയി ചത്തൂടെ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഇരുന്നപ്പോൾ പോലും യോബ് ഈ കാര്യങ്ങളെല്ലാം വിട്ട് അവസാനം നാം വായിക്കുന്ന യോബ് ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെട്ടെന്ന്. പ്രിയ ജനമേ, ഈ 12 വർഷക്കാലമായി രക്തസ്രാവമുള്ള ആ സ്ത്രീ, ഞാൻ എല്ലാ വൈദ്യന്മാരാലും ചികിത്സിച്ച ഒരു രക്ഷയും കൂടാതെ ഇത്രത്തോളം ഇരിക്കുന്നു എന്ന് അവസാനം യേശു വരുന്നത് കണ്ട് അവൻ്റെ വസ്ത്രത്തൊങ്ങലെയെങ്കിലും തൊട്ട്
ഞാൻ സുഖമാവും എന്ന് അവൾ തീരുമാനിച്ചു പോയപ്പോൾ അവൾക്ക് സുഖം പ്രാപിച്ച് യേശു പറഞ്ഞത്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖമാക്കി, ഇനി ബാധയൊഴിഞ്ഞ് സുഖമായിരിക്കാൻ. ഈ കഴിഞ്ഞ 12 വർഷക്കാലവും അവളുടെ രോഗത്തെ നിർത്താതെ, അവളുടെ രോഗം മാറാത്ത വിധത്തിൽ അവളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം ഇതാണ്, ശത്രുവിൻ്റെ ബാധയായിരുന്നു. യേശു അവൾക്ക് സുഖം തന്നു. അതുപോലെ നമ്മളിൽ പലരും പലപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ എല്ലാ ഡോക്ടർമാരും പറയുന്ന നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല എന്ന്. ഞാൻ ആശുപത്രികൾ പലതും മാറി ചെയ്തപ്പോഴും പല ടെസ്റ്റുകളും ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല എന്നാണല്ലോ പറയുന്നത് എന്ന് നാം പലരും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നെങ്കിലും നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അവൻ നമുക്ക് അനർത്ഥം വരികയില്ല എന്ന് ഉറപ്പ് തന്നിരിക്കുകയില്ലേ? അപ്പം ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലും അവൻ്റെ തിരുമുമ്പിൽ നാം പ്രാർത്ഥിക്കാതെ, അവൻ്റെ തിരുമുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ പറയാതെ നാം ലോകരുടെ ഓട്ടം പോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്ക് നാം അതേപടി വിശ്വസിച്ച് നാം മുമ്പോട്ട് പോകുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥവും അനുവദിക്കുകയില്ല. കർത്താവ് വേദപുസ്തകത്തിൻ്റെ പല ഇതിൽ നാം നോക്കുമ്പോൾ ശത്രുവാനവൻ നാം നോക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ ദൈവം തന്നെ പലയിടത്തിലും ശാത്താൻ്റെ പിടിയിലകപ്പെട്ടവരെ പലരെയും രക്ഷപ്പെടുത്തിയത് നാം സുവിശേഷങ്ങളിൽ പലയിടത്തിലുമായി. ലെഹിയോൻ എന്ന ശാത്താൻ പിടിപെട്ട കുറേ ശാത്താന്മാർ പിടിപെട്ടിരുന്ന ആ ലെഹിയോനെ ദൈവം സുഖപ്പെടുത്തി. അവൻ അത്രത്തോളം നല്ല നിലയിൽ നിൽക്കുന്നത് കണ്ട ജനങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ദൈവം ഇന്ന് നിങ്ങൾക്കും എനിക്കും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി നിൻ്റെ ജീവിതത്തിൽ അനർത്ഥം സംഭവിക്കുകയില്ല. അനർത്ഥം സംഭവിക്കാത്ത നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് നാം നമ്മുടെ കർത്താവിൻ്റെ തൃക്കരത്തിൽ നമ്മുടെ ജീവിതം പരിപൂർണമായി കൊടുക്കണം. നാം നമ്മെ അവൻ്റെ സമൂഹത്തിൽ താഴ്ത്തുമ്പോൾ യോബ് പറഞ്ഞ് അവൻ തന്ന് അവൻ എടുത്തു, അവന് സ്തോത്രം. എന്നാൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതൊക്കെയും ദൈവം തന്നതാണ്. ആ ദൈവം തന്ന കാര്യങ്ങൾ, ദൈവം നമുക്കായി തന്നത്, അത് നാം അത്രത്തോളം ശ്രദ്ധയോടെ ദൈവസാന്നിധ്യത്തിൽ കൈകാര്യം ചെയ്യേണ്ടവരാണ്. ഏത് സാഹചര്യത്തിലും നമ്മെ അവൻ അനർത്ഥത്തിൽ കൊണ്ടു ചെല്ലാതെ നമ്മെ ജയാളിയാക്കി നടത്തുന്നവനാണ്. അതുമാത്രമല്ല, നമ്മളെ ഏത് സാഹചര്യത്തിലും തലനിവർത്തി നടക്കുവാൻ തക്കവണ്ണം അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ശത്രുവാനവൻ പലവിധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെന്ന് വരും. അത് നാം മനസ്സിലാക്കി അതിനായി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം മഹാശക്തനാണ്. എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞാൽ അത് തീരാത്തവണ്ണം അത്രത്തോളം മഹത്വമുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന തരത്തിൽ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ ദൈവവേല ഞങ്ങൾ തമിഴ്നാട്ടിലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവവേലയ്ക്കെതിരെ, ഈ ദൈവവേലയെ എങ്ങനെയെങ്കിലും തടയാമെന്ന തരത്തിൽ 3 പേരിൽ തുടങ്ങിയവർ മൊത്തത്തിൽ 5 തീർന്ന് 5 പേർ ഈ ദൈവവേലയ്ക്കെതിരെ, ഈ ദൈവപ്രവൃത്തിക്കെതിരെ വളരെ പരിശ്രമിച്ച എതിർപ്പോടുകൂടി നിന്നപ്പോൾ നാം വായിച്ച വചനം പോലെ തന്നെ നിനക്കെതിരെ മനുഷ്യർ മുഖേന ശത്രുവാനവൻ പ്രതിസന്ധികൾ ഉണ്ടാക്കും. നീ ദൈവ പൈതലാണോ? ദൈവത്തിൻ്റെ വേലക്കാരനാണോ? ഇനി ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണോ?
ഏത് സാഹചര്യത്തിലാണെങ്കിലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെതിരെയോ മഹത്വമുള്ള ദൈവത്തിൻ്റെ വേലയ്ക്കെതിരെയോ ആര് പ്രവർത്തിച്ചാലും അവൻ അത് മാറ്റുവാൻ ശക്തനാണ്. അടുത്ത 2 ശത്രുവെ ഇന്ന് മിത്രമായ സ്ഥാനത്ത് ഈ ദൈവ വേലയ്ക്ക് ഉപകരിക്കുവാൻ എന്തെങ്കിലും സംസാരിക്കുവാൻ തക്കവണ്ണം മാറ്റി നിർത്തിയിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യർ മൂലം ശത്രുവാനവൻ നമ്മെ ഏത് സമയത്തും അനർത്ഥമുണ്ടാക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു നാളും നടക്കാത്തവണ്ണം നമുക്ക് കൂടെയുള്ള നമ്മുടെ കൂടെ നമ്മെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ മഹത്വമുള്ള കർത്താവ് നമ്മെ ശക്തമായി തന്നെ അവൻ നടത്തുവാൻ ശക്തനാണ്. അതുപോലെ പ്രകൃതിയാലെ പലവിധമായ കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിച്ചപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പലവിധമായ പലവിധമായ സ്ഥലങ്ങളിൽ എല്ലാം പ്രതികൂലമായി പ്രകൃതി പ്രതികൂലമായി നമുക്കെതിരെ വന്നപ്പോൾ നാം എത്രത്തോളം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്ന് നമ്മൾ ഓർത്തു നോക്കുക. നാം പലപ്പോഴും മറ്റുള്ള സ്ഥലത്ത് അവിടെ പ്രകൃതിയിലെ അവിടെ ദുരിതം അനുഭവിക്കുമ്പോൾ ഇവിടെ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായി പോകരുത്. ദൈവം നമ്മെ മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കും പ്രാർത്ഥിക്കുവാനാണ്. ശത്രുവാനവൻ പലയിടത്തും പല രീതിയിൽ അവൻ ചെയ്യുമെങ്കിലും അവൻ അനർത്ഥം കൊണ്ടുവരാൻ ശ്രമിക്കുമെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ ദൈവ കുടുംബങ്ങളെ കർത്താവിനെ അറിഞ്ഞവരോ അറിയാത്തവരോ ആയിത്തീരുന്ന എല്ലാവരും തന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലും ഉള്ളവർക്കായി പ്രാർത്ഥിക്കണം, മറ്റുള്ള ദേശത്തേക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവം നിങ്ങൾക്കും എനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മറ്റുള്ള നമുക്ക് എതിരെ പോരാടുന്ന ശത്രുവിന് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുകയാണ് യുദ്ധം ഞാൻ ചെയ്തു കൊള്ളാം, നീ അല്ല ചെയ്യേണ്ടത്, ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറയുന്ന ദൈവം നമുക്കെതിരെ ചിന്തിക്കുന്നവനെ പോലും ദൈവം ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവ പൈതലെ നമ്മുടെ ഓരോ കാര്യങ്ങളും അവൻ്റെ തിരുസമൂഹത്തിൽ പറഞ്ഞ് അവൻ അനർത്ഥം നമുക്ക് ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പ് തന്നിട്ടുള്ളപ്പോൾ അവൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും അവൻ്റെ സത്യവചനം കൈക്കൊണ്ട് നടക്കുവാനും തക്കവണ്ണം നാം ഒരുപോലെ ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോകണം എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വചനം. പല നേരങ്ങളിലും പല സമയങ്ങളിലും നിങ്ങളുടെ അടുത്തുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ലായിരിക്കാം, ഒരു കാര്യങ്ങളും അവർക്ക് ബന്ധമില്ലായിരിക്കാം. എങ്കിലും നിങ്ങളെ എതിർക്കുവാൻ, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ, നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ജനം ഈ ദേശത്തുണ്ടാകും. അത് എല്ലായിടത്തുമുണ്ട്, എല്ലാ ഇടങ്ങളിലുമുണ്ട്. ശത്രുവാനവൻ അവരെ കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്ന നമുക്ക് ജഡരക്തങ്ങളോടല്ല യുദ്ധം, ഇത് ചെയ്യുന്ന വ്യക്തിയോടല്ല നമുക്ക് യുദ്ധം, നമുക്ക് ശത്രുവിൻ്റെ ദുഷ്ട ആവികളോടാണ് നമുക്ക് യുദ്ധമെന്ന് വേദവചനം പറയുന്നത് പോലെ നാം എപ്പോഴും അവൻ്റെ തിരുസന്നിധിയിൽ അവന് വേണ്ടി ശക്തരായി നിൽക്കുമെങ്കിൽ ഈ ശാത്താന്യ പ്രവർത്തനം ഒന്നും തന്നെ നമ്മുടെ കുടുംബ വ്യക്തിപരമായ ജീവിതത്തിലോ നമ്മുടെ കുടുംബ ജീവിതത്തിലോ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലോ നമ്മുടെ ദൈവവേലയിലോ ഒരു സ്ഥലത്തും അവൻ അടുത്തുപോലും വരാത്തവണ്ണം ഓടിപ്പോകുമെന്ന് പൗലപ്പോസ്തലൻ നമുക്ക് ഓർമ്മിപ്പിച്ച് എഴുതിയിരിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. എന്തെങ്കിലും ഇതിൻ്റെ മുമ്പേ അനർത്ഥം സംഭവിച്ചതുകൊണ്ട് മടുത്തുപോയോ? ഇന്ന കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച്, പക്ഷേ അത് ഇങ്ങനെയാണല്ലോ ആയിത്തീർന്നതെന്ന് മടുത്തുപോയിരിക്കുന്നുവോ? ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചതിന് എതിരായിട്ടാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് വിചാരിക്കുന്നുവോ? അനർത്ഥം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും അത് അനർത്ഥത്തിൻ്റെ വക്കിലാണല്ലോ ഞാൻ ചെന്നെത്തിയത് എന്ന്
ചിന്തിക്കുന്നുവോ? ഒന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട. നമ്മളെ പിടിച്ചു നിർത്തുവാൻ, കൈപിടിച്ച് ഉയർത്തി നിർത്തുവാൻ ശക്തനായ ദൈവമാണ് പറയുന്നത്, ഇനി നിൻ്റെ ജീവിതത്തിൽ അനർത്ഥം ഉണ്ടാകുകയില്ല. അത് നാം പരിപൂർണമായി വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുമെങ്കിൽ അവൻ നിങ്ങളെ ജയാളിയായി തന്നെ തീർക്കും. ഏത് സാഹചര്യത്തിലും പലവിധമായ കാര്യങ്ങൾ, ഈ ലോകത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എപ്പോഴുമുണ്ട്. ഒരു കാര്യം കണ്ട് ഇന്ന് തീർന്നു എന്ന് ഉദ്ദേശിക്കുമ്പോൾ അടുത്തത് പുറകിൽ തന്നെ ഉണ്ടാകും. എന്നാൽ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് തന്നെ അത് നമ്മുടെ ഒരു മാതൃകയാണ്, നമ്മുടെ ഒരു മാതൃകാ ജീവിതമാണ്. ദൈവത്തെപ്പോലെ ആയിത്തീരുവാനുള്ള മാതൃകാ ജീവിതമാണ്. അത് നാം ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ അവൻ്റെ വചനത്തിൻ പ്രകാരം ഏറ്റെടുത്ത് മുമ്പോട്ട് നടക്കുമെങ്കിൽ നമ്മെ കരം പിടിച്ച് നടത്തുവാൻ അവൻ ശക്തനാണ്. ഇനി വരുന്ന നാളുകളിലെ വചനം കേൾക്കുവാൻ പറ്റാത്ത കാലം വരുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഈ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ എന്നും ആയിത്തീരണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമായി തീരേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, പ്രത്യേകിച്ചും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറയേണ്ടവരാണ്. മറ്റുള്ളവർ ഈ വചനം കേട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അവരും കൂടെ നമ്മുടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടവരും സ്തുതിക്കേണ്ടവരുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടേ? നമ്മളൊന്ന് ഓർത്ത് നോക്കുക. നമ്മളെ ഇത്രത്തോളം ഈ നിലയിൽ ഉയർത്തിയ ദൈവം, നിൻ്റെ ജീവിതത്തിൽ അനർത്ഥം സംഭവിക്കുകയില്ല എന്ന് നമുക്ക് വാക്ക് തന്ന ദൈവം, നിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ കരുതും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം, ഈ ദൈവമാണ് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തന്ന ദൈവം. നിനക്ക് ഞാൻ എന്തൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നാം അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? അവന് വേണ്ടിയിട്ട് ചെയ്തത് നിങ്ങളും ഞാനും ഒന്ന് ഓർത്ത് നോക്കണ്ടേ? ആ ദൈവത്തിന് വേണ്ടി ഇനി എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ മഹത്വം 2 പേരുടെ അടുത്തെങ്കിലും, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സത്യവചനം 2 പേരുടെ അടുത്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അയൽപക്കത്ത് പറയുവാൻ സാധിക്കുകയില്ലേ? അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ അതിന് 100% 100 മടങ്ങ് നിങ്ങൾക്ക് മടക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹത്വമുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് അവൻ നമുക്ക് വാക്ക് തരുന്ന, നിനക്കെതിരെ പ്രവർത്തിക്കുന്നവനെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ നീക്കിക്കളയും, ഇനി നീ അനർത്ഥം കാണുകയില്ല. പ്രിയമുള്ളവരെ, അവൻ നമുക്ക് തരുന്ന വാക്കാണ്. അവൻ വാക്ക് മാറ്റി പറയുന്നവനല്ല. 40 വർഷക്കാലം ആ ഇസ്രായേൽ ജനങ്ങളെ നടത്തിയ മഹത്വമുള്ള കർത്താവ് നമ്മുടെ അടുത്ത് അവൻ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്കെന്താണ് പ്രയാസം? നിങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ട്? നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയുന്ന ഞാൻ, നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എൻ്റെ മുമ്പിൽ താഴ്ന്നിരുന്നാൽ, എൻ്റെ മുമ്പേ നിൻ്റെ കാര്യങ്ങൾ ഉറപ്പിച്ച് എൻ്റെ മുമ്പിൽ നീ വിശ്വസിച്ചിരിക്കുമെങ്കിൽ, നീ നനയ്ക്കുന്നതിലും നീ വിചാരിക്കുന്നതിലും അധികമായി നിന്നെ ഞാൻ ഉയർത്തി നിർത്തുമെന്ന് വാഗ്ദത്തം തരുന്ന ആ മഹത്വമുള്ള ദൈവം. നമുക്ക് അവൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കുറവുകളെ പറയാമോ? അവന് വേണ്ടിയിട്ട് ഇനി നാം ശക്തിയോടെ നിൽക്കുമെന്ന് അവൻ്റെ അടുത്ത് ഇന്ന് നമുക്ക് ഒരു ഉടമ്പടി എടുക്കാമോ? ഈ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ അവൻ നിങ്ങളെ ഉന്നതത്തിൽ ഉയർത്തി നിർത്തും. അത് നമ്മുടെ ദൈവത്തിൻ്റെ വാക്കാണ്. അതിനൊരു മാറ്റവും സംഭവിക്കാത്തവണ്ണം ഈ ദൈവം ഇന്ന് നിങ്ങളുടെയും എൻ്റെയും മധ്യയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭവനത്തിൽ തന്നെ ഉലാവി വരുന്നതാണ്. ആ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ആ മഹത്വമുള്ള ദൈവം നിങ്ങളുടെയും എൻ്റെയും യാചന കേൾക്കുവാൻ വളരെയധികം ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ മഹത്വമുള്ള കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് നിൻ്റെ തൃപാദത്തിൽ വരുവാൻ കൃപ തന്നതിനായി സ്തോത്രമപ്പ. ഞങ്ങളുടെ ജീവിതത്തിലെ പല അനർത്ഥങ്ങളും കടന്നുപോയി രാജ. പല അനർത്ഥങ്ങളും ഇനി സംഭവിച്ചു പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചൊക്കെ ഇരുന്ന കാലമുണ്ട്. എന്നാൽ നിൻ്റെ വാക്ക് ഞങ്ങൾ അതേപടി വിശ്വസിക്കുന്നു. ഇനി അനർത്ഥം സംഭവിക്കുകയില്ല, നീ ഇനി അനർത്ഥം കാണുകയില്ല എന്ന് നീ ഞങ്ങൾക്ക് തന്ന വാക്ക് ഞങ്ങൾ നിശ്ചയമായി വിശ്വസിക്കുന്നു കർത്താവേ. നീ ഒരു നാളും വാക്കുമാറാത്തവനായതുകൊണ്ട് ഇനി ഞങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി മുമ്പോട്ട് പോകുവാൻ, നിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റുന്ന എന്തെങ്കിലും ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ കർത്താവേ. നിനക്കുഹന്ന പാത്രങ്ങളായി ഞങ്ങൾ ജ്വലിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ആ നിലയിൽ മാറ്റണമേ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രതികൂല സാഹചര്യത്തിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ അറിയുന്നു കർത്താവേ. എത്രയോ തവണ ആ ജർമ്മനിക്ക് പോകുവാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത ആ മകളെക്കുറിച്ച് വിലപിക്കുന്ന അമ്മയെ നീ തൊട്ട് സൗഖ്യം കൊടുക്കുന്നതിനായി, നീ ആ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്നതിനായി സ്തോത്രമപ്പ. കടൻ ഭാരം കൊണ്ട് നട്ടം തിരിയുന്ന എത്രയോ പേരുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആയിത്തീർന്ന ഞങ്ങൾ ഇത്ര പോലും എടുത്തില്ല, ഇതിൽ വലിയ ചതിവുകൾ പറ്റി എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ജനക്കൂട്ടമുണ്ട് കർത്താവേ. രോഗക്കിടക്കയിൽ കിടന്ന് ഡോക്ടർമാർ വിധി എഴുതി ഇനി ഒന്നും പറ്റുകയില്ല എന്ന് എഴുതിയ അവർക്ക് സുഖം തരും എന്ന് അപ്പാ എന്നോട് കൂടി പ്രാർത്ഥിക്കുന്നവർ അവർ നിശ്ചയമായി വിശ്വസിക്കുന്നു കർത്താവേ. ഇനി അവർക്കൊരു അനർത്ഥം താങ്ങുവാൻ ശക്തിയല്ല, നിൻ്റെ കൂടെ നിൽപ്പാൻ അവർ ആഗ്രഹിക്കുന്നു കർത്താവേ. നിൻ്റെ കൂടെ അവരെയും നിർത്തി അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും നീ സാധിച്ചു കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തുതിയും ഘനവും സ്തോത്രം രാജ അങ്ങെടുത്തുകൊള്ളണം. യേശുവിൻ മഹാകൃപയുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ. ആമേൻ, ആമേൻ, ആമേൻ. ഇനിയൊരു എപ്പിസോഡുമായി നമുക്ക് കാണുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളെയും എന്നെയും ചേർത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.